അള്ളാന്റെ ഔലിയാക്കളുടെ പേരിൽ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ഇസ്ലാമികമാണോ ഉസ്താദ്? എന്നോട് ചോദിച്ചപ്പോ ആ വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയപ്പോ എന്റെ കൽബ് തകർന്നു പോയി മോമിനെ. എന്തുകൊണ്ടെന്നറിയുമോ? അള്ളാന്റെ ഔലിയാക്കൾ ആരായിരുന്നെന്നറിയുമോ? അള്ളാന്റെ ഔലിയാക്കളെ കുറിച്ച് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അള്ളാന്റെ ഔലിയാക്കളെ എന്താണ് ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നതെന്നറിയുമോ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്ന ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ, ഇന്ന ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരെന്നാ ഖുർആൻ പറയുന്നതെന്നറിയുമോ? അവര് തഖ്വയോടെ ജീവിച്ചവരാണ്, ഇസ്ലാമിന്റെ യശസ് ഉയർത്തിയവരാണ്, എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു തന്നവരാണ്. ആ പ്രിയപ്പെട്ട മഹാന്മാരെയാണ് എന്തൊക്കെയാണോ അവര് ജീവിച്ചിരുന്നപ്പോ തടഞ്ഞു വെച്ചിരുന്നത്, എന്തൊക്കെയാണോ അവര് ജീവിച്ചിരുന്നപ്പോ പാടില്ലെന്ന് പറഞ്ഞത്, അതെല്ലാം അവര് മരണപ്പെട്ട് ഖബറിലടക്കപ്പെട്ടതിന് ശേഷം അല്ലാഹുവെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ഖബറിന്റെ ചുവട്ടിൽ നിങ്ങൾ നൃത്ത താണ്ഡവങ്ങളാടുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നത് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ബോധമുണ്ടാകണം. അള്ളാന്റെ ഔലിയാക്കളുടെ പേരിൽ ഈ കാണിച്ചു കൂട്ടുന്നതെന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിൽ ഏതോ ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുമായി ഏതോ ഒരു ബന്ധവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞത് പോയത് എന്തുകൊണ്ടെന്നറിയുമോ? അള്ളാന്റെ ഔലിയാക്കള് അവരുടെ ജീവിതം കൊണ്ട് ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു തന്നവരാണ്. അവരുടെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് ഇസ്ലാമികമായി ജീവിക്കണമെന്ന്, എങ്ങനെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പഠിപ്പിച്ചു തന്ന അള്ളാന്റെ ഔലിയാക്കളെയാണ് പുണ്യമോനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കാനുള്ള അവസരമുണ്ടാകുക. അതുകൊണ്ടാണ് മഹാരഥന്മാര് പറഞ്ഞത്, അള്ളാന്റെ ഔലിയാക്കൾ ആക്ഷേപിക്കുന്നവർ, തെറിവിളിക്കുന്നവർ, മോശമാക്കുന്നവർ അവരുടെ ആഖിബത്ത് അല്ലാഹു മോശമാക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. കാരണം അല്ലാഹു അവരെ ഏറ്റെടുത്തു പോയവരാണ്. അല്ലാഹു കരുണയുടെ ചിറക് കൊണ്ട് വാരി പുണർന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. എന്റെ പ്രിയപ്പെട്ടവര്, ഈ വീഡിയോകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂല് ഹറാം എന്ന് പറഞ്ഞ DJ ഉണ്ടല്ലോ, കാതടപ്പിക്കുന്ന മ്യൂസിക്കിന്റെ സൗണ്ട് ഇട്ട് നൃത്ത ചുവടുകളുമായി അള്ളാന്റെ ഔലിയാക്കളുടെ മക്കാമുകൾ ഒരു കോമാളിത്തരമാക്കി മാറ്റപ്പെടുമ്പോ വെറും കേവലം പൈസക്ക് വേണ്ടി, വെറും കേവലം ദുനിയാവിന് വേണ്ടി അള്ളാന്റെ ഔലിയാക്കളെ നിങ്ങൾ കളിയാക്കാൻ പാടില്ല. അള്ളാന്റെ ഔലിയാക്കളെ നിങ്ങൾ കളിയാക്കാൻ പാടില്ല. പാശ്ചാത്യന്മാര് പോലും ചെയ്യാൻ മടിക്കുന്നത് ഔലിയാക്കളുടെ മഖബറുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ മടി കാണിക്കാൻ മുസ്ലിം പേര് വെച്ച നാമധാരികൾ വരുമ്പോ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആഖിബത്ത് അല്ലാഹു മോശമാക്കുമെന്നാണ്. അള്ളാന്റെ ഔലിയാക്കളെ വിറ്റ് കാശാക്കാൻ പാടില്ലടോ. നിനക്ക് കാശുണ്ടാക്കാനുള്ള ഒരു യന്ത്രമായിട്ടല്ല അള്ളാന്റെ ഔലിയാക്കൾ ഇവിടെ ജീവിച്ചു മരിച്ചു പോയത്. അവർ അള്ളാനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കാണിച്ചു തന്നവരാ, അവർ അല്ലാഹുവിനെ എങ്ങനെ പ്രണയിക്കണമെന്ന് കാണിച്ചു തന്നവരാ, അവരെങ്ങനെയാണ് അല്ലാഹുവിലേക്ക് ഓടിയടുക്കുന്നതെന്ന് കാണിച്ചു തരുന്നവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, അവര് വേദനിക്കേണ്ടതില്ല. അവരെ ഞാനാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, ഇന്ന് കേവലം പൈസക്ക് വേണ്ടി, ഇന്ന് കേവലം പ്രശസ്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മക്കാമുകളെല്ലാം ഒരു കോമാളിത്തരമായി മാറ്റപ്പെടുകയാണ്. ഈ അടുത്താണ് എവിടെയോ തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു ഒരാൾ വീഡിയോയിലൂടെ വന്നിട്ട് എല്ലാ ആലിമീ
ആലിമീങ്ങളെയും ആക്ഷേപിക്കുന്നത് കണ്ടപ്പോ സങ്കടം തോന്നിപ്പോവുകയാണ്. ആരോ എവിടെയോ നിന്ന് ഒരു മഖാമിന്റെ കോലത്തിലുള്ള ഒരു സംവിധാനം കെട്ടിയുണ്ടാക്കിയിട്ട് റാലി പോലെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അതിൽ പറയുന്നവൻ പറയുന്നത്, ആലിമീങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഇത് സാമ്പത്തിക ലാഭം കിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണോ? അല്ല പൊന്നുമോനെ, അള്ളാന്റെ ഔലിയാക്കളുടെ മക്ബറുകൾ ഒരിക്കലും ചെണ്ടമേളം കൊണ്ട് നിറയ്ക്കാൻ പാടില്ല. നിർത്ത ചുവടുകളുമായി അള്ളാന്റെ ഔലിയാക്കളുടെ മക്കാമുകൾ നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല. ആനയുടെ അകമ്പടിയോട് എന്റെ പ്രിയപ്പെട്ടവരെ, അമ്പലങ്ങളിൽ പോലും ഹൈന്ദവര് പോലും മടിക്കുന്ന അനാചാരങ്ങൾ നമ്മുടെ ഇസ്ലാമിക പള്ളി കാമ്പൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോ അത് അള്ളാന്റെ ഔലിയാക്കളുടെ പേരിൽ ലേബൽ വെച്ച് കൊടുക്കുമ്പോ ആ ചെയ്യുന്നവർക്ക് അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും പൊന്നുമോനെ. അതുകൊണ്ട് അള്ളാന്റെ ഔലിയാക്കളെ മഖാമിൽ മഹാന്മാരുടെ ആണ്ടുറൂസ് നടത്തേണ്ടത് എങ്ങനെയെന്നറിയുമോ? മഹാരഥന്മാരുടെ മദ്ഹ് പറഞ്ഞാണ്, അവർക്ക് വേണ്ടി ഖുർആൻ ഖത്മുകൾ ചെയ്താണ്, അവർക്ക് വേണ്ടി അവരുടെ ജീവിതം കൊണ്ട് അള്ളാഹുവിലേക്ക് നടന്നെടുത്തത് എങ്ങനെയാണെന്ന് വരുന്നവരോട് പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹുമായി ഹൃദയത്തിൽ ഒരു ബന്ധമുണ്ടാക്കാനാണ് ഓരോ ആണ്ടും നമ്മൾ തയ്യാറാക്കേണ്ടത്. അല്ലാതെ ആൾക്കാർക്ക് കുടിച്ച് നടന്ന് രസിച്ച് രമിച്ച് സന്തോഷിച്ച് അള്ളാഹുവെ പൂരപ്പറമ്പുകളിലാക്കി തീർക്കാറുള്ളതല്ല അള്ളാന്റെ അള്ളാന്റെ ഔലിയാക്കളുടെ മഖാമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. എന്തുകൊണ്ടാണ് ഔലിയാക്കളെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ, ഔലിയാക്കളെ നിങ്ങൾ തെറി വിളിച്ചാൽ, നിങ്ങൾ കാരണം ഔലിയാക്കളെ ആരെങ്കിലും മോശമാക്കിയാൽ അല്ലാഹു പറയുകയാണ്, മൻ ആദാലി വലിയൻ വകദാദൻഹു ബിൽ ഹർബ്. അല്ലാഹുവിന്റെ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കോമാളിത്തരം അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മഖാമിൽ കിടന്ന് കാണിച്ചിട്ട് പുത്തൻവാദികളും അതുപോലെ മറ്റുള്ളവരും അല്ലാഹുവിന്റെ ഔലിയാക്കളെ കളിയാക്കുമ്പോ, അതിന് നിങ്ങൾ കാരണമാകുമ്പോ ഒരേ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻഹു ബിൽ ഹർബ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ശത്രുത വെച്ച് പുലർത്തുന്നവൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ തെറി പറയുന്നവൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ആക്ഷേപിക്കുന്നവൻ, അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവർ, അവരുമായി യുദ്ധത്തിന് ഇറങ്ങുന്നതാരെന്നറിയുമോ? ഈ സകല അണ്ടകടാഹങ്ങളും പടച്ചുപോയ യജമാനനായ അല്ലാഹുവാണെന്നുള്ള ബോധം എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോട്, കമ്മിറ്റിക്കാരോട്, ഈ സംഘാടകരോട് പറയാണ്. ഇതുപോലുള്ള കോമാളിത്തരങ്ങളുമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഏതൊരു ബന്ധവുമില്ലടോ. എവിടെ കോമാളിത്തരം കാണിച്ചാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണ്ട. ആരെന്ത് കാണിച്ചാലും എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിയിൽ ഇങ്ങനെ തിരുക്കി വെച്ചാൽ എല്ലാവരും ഇറങ്ങി ബിദഈ പ്രസ്ഥാനത്തിന്റെ കൂടെ, മുജാഹിദിന്റെ കൂടെ ഓടിപ്പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഇതിനെ ശബ്ദിക്കാൻ ചുണയുള്ള ആലിമീങ്ങളുണ്ടോ? എത്രയോ ആലിമീങ്ങൾ ശബ്ദിച്ചു പോയടോ. അതുകൊണ്ട് അള്ളാന്റെ ഔലിയാക്കളെ കണ്ട് അള്ളാനെ നമുക്ക് ഓർമ്മ വരേണ്ടതാണ്. അള്ളാന്റെ ഔലിയാക്കളെ മഖാമ് കാണുമ്പോ മഹ്ശറയെ ഓർമ്മ വരണം, മരണത്തെ ഓർമ്മ വരണം. അള്ളാഹുവിനെ അവര് സ്നേഹിച്ച രംഗങ്ങൾ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ.